ഒരു വലിയ അവധി ദിനങ്ങളുടെ ആഘോഷ സമാനമായ അവസ്ഥയിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ലോകത്തെ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള ജനസമൂഹം, മതസമൂഹം, ക്രൈസ്തവ സമൂഹം ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ പൊലിമയിലാണ്. മറ്റൊരു വശത്ത് എല്ലാ ആളുകളും ഒരു പുതുവത്സരത്തിന്റെ പുലരിയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭവുമാണ്. ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഓരോ സന്ദർഭങ്ങളിലും വിശുദ്ധ ഖുർആൻ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ചില ഓർമ്മപ്പെടുത്തലുകൾ നാം നടത്താറുണ്ട്. നമുക്കെല്ലാവർക്കും വളരെ ലളിതമായി അറിയുന്ന മഹാനായ ഈസ ബിൻ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യനായ അള്ളാഹുവിന്റെ പ്രവാചകനാണ്. എന്തുകൊണ്ടാണ് ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് മനുഷ്യനായ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന് പ്രത്യേകം പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, എല്ലാ പ്രവാചകന്മാരും മനുഷ്യർ തന്നെയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകനെയും മാലാഖമാർക്കിടയിൽ നിന്ന്, മലക്കുകൾക്കിടയിൽ നിന്ന് അല്ലാഹു തിരഞ്ഞെടുത്തിട്ടില്ല. മനുഷ്യന്റെ ജീവിതം അനുഭവിക്കാൻ കഴിയുന്ന, മനുഷ്യന്റെ വിചാരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന, മനുഷ്യന്റെ വേദനകളും സങ്കടങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്ന പച്ചയായ മനുഷ്യരെയാണ് അള്ളാഹു പ്രവാചകന്മാരായി തെരഞ്ഞെടുത്തത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈസ ബിൻ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ലോകത്ത് ഒരു വിഭാഗം ജനങ്ങൾ അള്ളാഹുവിന്റെ മകനാണ് എന്ന അർത്ഥത്തിലേക്ക് വഴിമാറി വിലയിരുത്തുകയുണ്ടായി. അതുകൊണ്ടാണ് മനുഷ്യനായ പ്രവാചകൻ എന്ന് ഞാൻ അടിവരയിട്ട് ആദ്യമേ സൂചിപ്പിച്ചത്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ കേവലം ഒരു പ്രവാചകന്റെ ജീവിതവും അധ്യാപനവും മാത്രമല്ല. ആ പാഠങ്ങളിലൂടെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇസ്ലാം, നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളുടെ ജീവിതത്തിന്റെ മാർഗമായി നിങ്ങൾ ഉൾക്കൊള്ളുന്ന ആദർശം എന്താണോ അത് തന്നെയാണ് ഈ പ്രവാചകൻ പഠിപ്പിച്ചത് എന്ന് അടിവരയിടാൻ വേണ്ടിയിട്ടാണ്. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണോ ഈ സമൂഹം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹുവിന്റെ മകനാണ് എന്ന് കൽപ്പിക്കാൻ കാരണമായത്, അള്ളാഹു ചില മുഅ്ജിസത്തുകൾ അദ്ദേഹത്തിന് നൽകി. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ പിതാവില്ലാതെ മറിയം എന്ന മാതാവിലൂടെ മാത്രം ജനിച്ച മകനാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. സാധാരണ പിതാവിന്റെ പേരിലേക്ക് ആളുകൾ ചേർത്ത് പറയപ്പെടുന്നത് പോലെ മാതാവായ മറിയമിന്റെ പേരിലേക്ക് മാത്രം ചേർക്കപ്പെടുന്ന പ്രവാചകൻ. അപ്പൊ ആ ജനനം തന്നെ അത്ഭുതമാണ്. ഭൂമിയിലെ അത്ഭുതകരമായ ജനനങ്ങളിൽ മൂന്നാമത്തേതാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ. ഒന്നാമത്തെ അത്ഭുതകരമായ ജനനം ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റേതും, രണ്ടാമത്തേത് ഹവ്വയുടേതും, മൂന്നാമത്തേത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റേതുമാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല, മുൻപ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനനത്തിന്റെ ഒന്നാമത്തെ സവിശേഷത, അദ്ദേഹം പിതാവില്ലാതെ, ഒരു പുരുഷ സ്പർശനമേൽക്കാതെ സ്വന്തം മാതാവിൽ നിന്ന് ജനിക്കപ്പെട്ടു എന്നതാണ്. രണ്ടാമത്തേത്, അദ്ദേഹം തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചു.
മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇതെന്താണ് വിവാഹം കഴിയാത്ത കന്യകയായ ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകിയത് എന്ന് ചോദിക്കുമ്പോൾ തൊട്ടിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. ആ തൊട്ടിലിൽ കിടന്നുകൊണ്ട് അദ്ദേഹം നടത്തുന്ന സംഭാഷണത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ്, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമസ്കാരം നിലനിർത്തണമെന്നും സക്കാത്ത് കൊടുക്കണമെന്നും അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ തൊട്ടിലിൽ കിടന്നുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ സംസാരം അത്ഭുതമാണ്. അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ അമാനുഷിക ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ്. മൂന്നാമത്തേത് കളിമണ്ണിൽ നിന്ന് പക്ഷിയുടെ രൂപമുണ്ടാക്കുകയും അതിലേക്ക് അദ്ദേഹം ഊതിയപ്പോൾ ആ പക്ഷി ജീവൻ വെച്ച് പറന്നു പോവുകയുമാണ്. നാലാമത്തേത് അന്നും ഇന്നും എന്നും മനുഷ്യർക്കിടയിൽ വിസ്മയമായി നിൽക്കുന്ന മരുന്ന് അല്ലെങ്കിൽ കൃത്യമായ ട്രീറ്റ്മെന്റ് കണ്ടുപിടിക്കപ്പെടാത്ത വെള്ളപ്പാണ്ട് രോഗികളെ അദ്ദേഹം സുഖപ്പെടുത്തുന്നു. ജന്മന അന്ധരായവർക്ക് കണ്ണിന് കാഴ്ച നൽകുന്നു. കുഴിമാടങ്ങളിൽ കിടക്കുന്ന ആളുകളെ എഴുന്നേൽപ്പിച്ച് സംസാരിപ്പിക്കുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം തന്റെ മുമ്പിൽ നിൽക്കുന്ന ജനങ്ങളോട് നിങ്ങൾ ഇപ്പോൾ കഴിച്ചിട്ടുള്ള നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ കഴിച്ച ഭക്ഷണം ഏതാണ് എന്നും നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ മറച്ചു വെച്ചിട്ടുള്ളത് എന്താണ് എന്നും അദ്ദേഹം വെളിപ്പെടുത്തി കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെ വളരെ സവിശേഷമായ 7 മുഅ്ജിസത്തുകൾ ആ സമൂഹത്തിന് നേർക്കുനേരെ അനുഭവിക്കാൻ കഴിയും വിധത്തിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രവാചകത്വത്തിന്റെ അടയാളം എന്നോണം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദർശിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഏകനായ അള്ളാഹുവിനെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ഈ ഓരോ അമാനുഷിക ദൃഷ്ടാന്തങ്ങളും ജനങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിച്ച സന്ദർഭങ്ങളിൽ ഇതിനില്ല അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി പക്ഷിയെ പറത്തിയത് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി, ജന്മന അന്ധനായവന് കാഴ്ച നൽകിയത് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി, വെള്ളപ്പാണ്ട് രോഗിയെ സുഖപ്പെടുത്തിയത് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി, കുഴിമാടങ്ങളിൽ നിന്നുള്ളവരോട് സംസാരിച്ചത് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി. ഇതിനില്ല. അപ്പോ ഈ അത്ഭുതം കാണിച്ചത് ഞാനല്ല. ഈ അത്ഭുതങ്ങളെ കാണിക്കാൻ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുന്ന ഒരൊറ്റ ശക്തി മാത്രമാണ് ആശ്രയമായിട്ടുള്ളത്. ഇതാണ് യഥാർത്ഥത്തിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തിന്റെ മുമ്പിൽ പ്രൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ തെളിയിച്ചു കൊടുക്കുന്ന വസ്തുത. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇതേ കാരണങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹുവിന്റെ മകനാണ് എന്ന പരിവേഷത്തിലേക്ക് അവർ ഉയർത്തിക്കൊണ്ടുവരുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ചില അത്ഭുതങ്ങൾ കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾദൈവങ്ങളുണ്ട്. പല സമൂഹങ്ങളിലും പല വിശ്വാസങ്ങളിലും പെടുന്ന ആളുകൾ ജനങ്ങളുടെ മുമ്പിൽ ചില അത്ഭുതങ്ങൾ കാണിച്ച് അവർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ചില മാസ്മരികതകൾ കാണിച്ചുകൊണ്ടാണ് ആൾദൈവങ്ങളായി അവർ മാറുന്നത്. ഇത്തരം ചില അത്ഭുതങ്ങളെ കുറിച്ച് കേട്ടുകേൾവികളെ വലിയ വാചാലതയോടുകൂടി അവതരിപ്പിച്ചിട്ടാണ് നമ്മുടെ സമുദായവും പലപ്പോഴും മരണപ്പെട്ടു പോയ പുണ്യാത്മാക്കളുടെ മുമ്പിൽ നേർച്ചകളും പൂജകളും വഴിപാടുകളും ഒക്കെ സമർപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഏതൊന്നാണോ ഉപദേശിച്ചത് ആ ഉപദേശത്തിൽ നിന്ന് അവർ വഴിമാറി പോകാൻ ഇടയായ സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹവും ഇന്ന് പേറി നടക്കുന്നുണ്ട് എന്ന് ചുരുക്കാം. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഏകനായ അള്ളാഹുവിനെ കുറിച്ചാണ് പഠിപ്പിച്ചത്. ആ പ്രവാചകൻ അവസാനത്തെ പ്രവാചകനായിരുന്നില്ല. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം പിന്നെയും അവസാനത്തെ പ്രവാചകനായി അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ നിയോഗിച്ചു. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആലി ഇമ്രാൻ ഈ ക്രൈസ്തവ വിശ്വാസികളുടെ അബദ്ധ ധാരണകളെ മുഴുവനും പൊളിച്ചെഴുതുന്ന അധ്യായമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക്
ഏതാനും പാതിരിമാരടങ്ങുന്ന ഒരു സംഘം നജ്റാനിൽ നിന്ന് കടന്നു വരികയും മദീന പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സംസാരിക്കുകയും ചെയ്ത ചരിത്രമുണ്ട്, നമുക്കറിയാം. ആ സംഭാഷണത്തിൽ ഉടനീളം ആരാണ് ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാം? വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു അധ്യാപകനെ പോലെ ഒരു ക്ലാസ് മുറിയിൽ, ഒരു വിദ്യാലയത്തിൽ ഒരു സാമൂഹ്യ പാഠം പഠിപ്പിക്കുന്ന അധ്യാപകനുണ്ട് എന്ന് സങ്കല്പിക്കുക. ആ സാമൂഹ്യ പാഠം പഠിപ്പിക്കുന്ന അധ്യാപകൻ ആ ക്ലാസ് മുറിയിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ കൈവശം പഠിപ്പിക്കാനുള്ള പാഠപുസ്തകം വളരെ വിശാലമായ പാഠപുസ്തകമാണ്. ആ അധ്യാപകൻ ആ ക്ലാസ് മുറിയിൽ വന്നിട്ട് അതിൽ നിന്നൊരു 10 പാഠങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് മുൻപ് വന്ന അധ്യാപകൻ അതിൽ നിന്ന് 10 പാഠങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. ആദ്യം പഠിപ്പിച്ച അധ്യാപകൻ 10 പാഠം പഠിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ പഠിപ്പിച്ച അധ്യാപകനും 10 പാഠം പഠിപ്പിച്ചിരിക്കുന്നു. ഈ അധ്യാപകൻ ഇവിടെ നിന്ന് വിരമിക്കുമ്പോൾ പുതിയ ഒരു അധ്യാപകൻ കടന്നു വരുന്നു. പുതിയ അധ്യാപകൻ കടന്നു വരുമ്പോ മുൻപ് പഠിപ്പിച്ച പാഠങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പുതിയ പാഠങ്ങളിലേക്കാണ് അദ്ദേഹം പ്രവേശിക്കേണ്ടത്. മുമ്പ് പഠിപ്പിച്ച പാഠങ്ങളെ വീണ്ടും പഠിപ്പിക്കലല്ല, മുൻപ് വന്ന അധ്യാപകർ പഠിപ്പിച്ച പാഠങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടും അതിനെ ശരിപ്പെടുത്തിക്കൊണ്ടും ഇനി പഠിപ്പിക്കാൻ ബാക്കിയുള്ള പാഠങ്ങൾ പഠിപ്പിക്കണം. ആ പാഠങ്ങൾ പഠിപ്പിക്കുന്നവനാണ് പുതിയ അധ്യാപകൻ. ഈ അധ്യാപകർ ഓരോരുത്തരും പഠിപ്പിച്ച പാഠങ്ങളെ കൃത്യമായി മനസ്സിലാക്കുകയും പുതിയ അധ്യാപകർ പഠിപ്പിക്കുന്ന പാഠങ്ങൾ കൂടി ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരാണ് വിദ്യാർത്ഥി. ചില വിദ്യാർത്ഥികൾ പറയുന്നു, ഞങ്ങൾ ഏറ്റവും ആദ്യം പഠിപ്പിച്ച അധ്യാപകൻ പഠിപ്പിച്ച പാഠങ്ങളെ പഠിക്കൂ. ചില വിദ്യാർത്ഥികൾ പറയുന്നു, ഞങ്ങൾ അതിനുശേഷം വന്ന അധ്യാപകർ പഠിപ്പിച്ച പാഠങ്ങളെ പഠിക്കൂ. അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ ഞങ്ങൾ സന്നദ്ധരല്ല എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞാൽ അവസാനമായി ആ ക്ലാസ് മുറിയിൽ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകന്റെ സാമൂഹ്യ പാഠങ്ങളിൽ ഇവർക്ക് കിട്ടേണ്ട നന്മകളും മൂല്യങ്ങളും കിട്ടാതെ അവർ പരാജയപ്പെട്ടു പോകും പരീക്ഷയിൽ എന്നതാണ് ചുരുക്കം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ വന്ന ഒരു അധ്യാപകനാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ആ സമൂഹത്തെ പഠിപ്പിച്ച സാമൂഹ്യ പാഠങ്ങൾക്ക് ശേഷം ആ പാഠങ്ങളെ എല്ലാം ശരിയാണ് എന്ന് വെച്ചുകൊണ്ട് ശരിപ്പെടുത്തിക്കൊണ്ട് ബാക്കിയുള്ള കുറെ പാഠങ്ങൾ പഠിപ്പിച്ച അധ്യാപകനാണ് ഈസ അലൈഹിസ്സലാത്തു വസ്സലാം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമും ഈസ അലൈഹിസ്സലാത്തു വസ്സലാമും പഠിപ്പിച്ച സാമൂഹ്യ പാഠങ്ങൾക്കപ്പുറം ഏതൊരു പാഠപുസ്തകമാണോ പഠിപ്പിക്കേണ്ടത് ആ പാഠപുസ്തകത്തിന്റെ പൂർണ്ണതയിലേക്ക് അവരെ കൊണ്ടുപോകുന്ന അധ്യാപകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ കുറെ വിദ്യാർത്ഥികൾ ആദ്യത്തെ അധ്യാപകനിൽ നിൽക്കുന്നു, വേറെ കുറെ വിദ്യാർത്ഥികൾ രണ്ടാമത്തെ അധ്യാപകനിൽ നിൽക്കുന്നു. ഈ രണ്ടു കൂട്ടരിൽ നിന്നും കുറെ വിദ്യാർത്ഥികൾ മൂന്നാമത്തെ അധ്യാപകനിലേക്ക് കൂടി അവരുടെ പാഠങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇവരിൽ ആരാണ് വിജയിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് നമ്മളോട് ചോദിച്ചാൽ നിസ്സംശയം നമ്മൾ പറയുക ഏറ്റവും അവസാനം വന്ന അധ്യാപകനിലേക്ക് വഴിമാറാൻ തയ്യാറുള്ള പഴയ വിദ്യാർത്ഥികളാണ്. ഇതല്ലേ ജൂത, ക്രൈസ്തവ, ഇസ്ലാമിക വിശ്വാസങ്ങൾ തമ്മിലുള്ള ബന്ധം. അഥവാ ഏറ്റവും വലിയ പൂർണ്ണതയിലേക്കാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉജ്ജ്വലമായ പൂർണ്ണതയിലേക്ക്. ആ പൂർണ്ണതയിലേക്ക് ക്ഷണിക്കുന്ന ഈ പ്രവാചകനിൽ ആ പ്രവാചകനുമായിട്ട് സംവദിക്കാനാണ് 14 പേരടങ്ങുന്ന നജ്റാനിൽ നിന്നുള്ള ഒരു സംഘം ആളുകൾ കടന്നു വന്നു. അവരുമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നു. ആ സംസാരത്തിൽ വളരെ കൃത്യമായി അവരുടെ മുമ്പിൽ ഈ പ്രവാചകന്മാരൊക്കെ തമ്മിലുള്ള ബന്ധവും ആ പ്രവാചകന്മാരെ എല്ലാവരെയും നിയോഗിച്ചയച്ച അള്ളാഹുവിന്റെ ശക്തിയും ഗാംഭീര്യവും എന്ത് എന്ന് ബോധ്യപ്പെടുത്തുന്നു. അപ്പൊ വിശുദ്ധ ഖുർആൻ അവരുടെ മുമ്പിൽ യുക്തിഭദ്രമായ ഒരു ചോദ്യം ഉന്നയിച്ചു. ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം. സൂറത്ത് ആലി ഇംറാനിലെ 59-ാമത്തെ സൂക്തമാണ്. ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം. അള്ളാഹുവിന്റെ അടുക്കൽ ഈസയുടെ ഉദാഹരണം ആദമിന്റേതുപോലെ തന്നെയാണ്. ആദമിനെ ഖലഖഹു മിൻ തുറാബിൻ സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ. ആദമിനെ നാം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, എന്നിട്ട് നീ ആയിത്തീരുക എന്ന് പറഞ്ഞതോടുകൂടി അതായിത്തീർന്നു.
ഈ പറഞ്ഞ വാക്കിന്റെ പൊരുളെന്താണ് എന്നറിയുമോ? നിങ്ങൾ പറയുന്നു ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ മകനാണ്. നിങ്ങൾ പറയുന്നു ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ മകനാണ്. അങ്ങനെ അള്ളാഹുവിന്റെ മകനാണ് എന്ന് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുമ്പോൾ അതിനേക്കാൾ യോഗ്യത മകനാകാൻ ആർക്കാണുള്ളത്? ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനാണ്. കാരണം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു ഉമ്മയുണ്ട്. ആദമിന് ഉമ്മയുമില്ല, വാപ്പയുമില്ല. അപ്പോൾ മകനാകാനുള്ള ഒന്നാമത്തെ യോഗ്യത നിങ്ങൾ കൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ആർക്ക് കൊടുക്കണമായിരുന്നു? ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുക്കണമായിരുന്നു. പക്ഷെ നിങ്ങൾ അത് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ചില താല്പര്യങ്ങളുണ്ട്. നിങ്ങളുടെ ചില ചാബല്യങ്ങളുടെയും ദൗർബല്യങ്ങളുടെയും ഒരു തടവറയിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് അൽ ഹഖ്ഖു മിർ റബ്ബിക ഫലാ തകും മിനൽ മുംതരീൻ, ഇത് നിന്റെ റബ്ബിൽ നിന്നുള്ള യാഥാർത്ഥ്യമായ വർത്തമാനമാണ്. നിങ്ങൾ അതിൽ യാതൊരു സംശയാലുവും ആയി മാറേണ്ടതില്ല, സംശയിക്കേണ്ടതില്ല. യാതൊരു അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് അവരോട് പല വർത്തമാനങ്ങളും പിന്നീട് പറയുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനകും, നമുക്കും നിങ്ങൾക്കും ഇടയിലുള്ള തുല്യമായ ഒരു വർത്തമാനത്തിലേക്ക് വരും. അള്ളാഹു ഏകനാണ് എന്നതിൽ, അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യൂ എന്നതിൽ, അവരിൽ ആരെയും പങ്കു ചേർക്കുകയില്ല എന്ന ഒരു തുല്യമായ വാക്കുണ്ടല്ലോ, ആ തുല്യമായ വാക്കിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ആ തുല്യമായ വാക്കിൽ നിന്ന് നമുക്ക് സംവാദത്തിന്റെ മനോഹരമായ വാതിലുകൾ തുറക്കാം. ഇതൊരു വെല്ലുവിളിയുടെ വർത്തമാനമല്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും ഇസ്ലാം നിരീക്ഷിക്കുന്നത് പ്രവാചകന്മാരുടെ കണ്ണോടുകൂടി അവർ പ്രബോധിതരാണ് എന്നതാണ്. അവർ പ്രബോധിതരാണ് എന്ന് പറയുമ്പോൾ ഉമ്മത്ത് മുസ്ലിമയെ സംബന്ധിച്ചിടത്തോളം അവർ പ്രബോധകരാണ് എന്ന കാഴ്ചപ്പാടിലേക്ക് വരുന്നു. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഉജ്ജ്വലമായ ഒരു സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ, ആ സന്ദേശത്തിലേക്കുള്ള സംവാദത്തിന്റെ വിശാലമായ വാതിലുകളെ മലർക്കെ തുറന്നു വെച്ച് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും നീതിയുടെയും മാന്യതയുടെയും ആദരണീയതയുടെയും വർത്തമാനങ്ങൾ കൊണ്ട് ചേർത്ത് പിടിക്കുന്നവരാണ്. ആ ചേർത്ത് പിടിക്കലുകളിൽ നിങ്ങളെ ഉയർത്തി നിർത്തുന്ന ഏറ്റവും ശക്തമായ, ഏറ്റവും ബലിഷ്ഠമായ നിങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് തന്നെയാണ്. എന്നിട്ട് ഈ സംവാദത്തിൽ പാതിരിമാരെ വിശുദ്ധ ഖുർആൻ വെല്ലുവിളിക്കുന്ന വർത്തമാനം എങ്ങനെയാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ഫമൻ ഹജ്ജക ഫീഹി മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽമ്, അല്ലാഹുവിന്റെ റസൂലേ, താങ്കളുടെയും ഈ സമൂഹത്തിന്റെയും മുമ്പിലേക്ക് വ്യക്തമായ അറിവുകൾ വന്നു കിട്ടിയതിന് ശേഷം ഇനിയും താങ്കളോട് തർക്കിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ആ തർക്കിക്കുന്ന ആളുകളെ താങ്കൾ വിളിച്ചുകൊള്ളുക. എങ്ങനെ വിളിക്കണം? ഫഖുൽ തആലൗ, നിങ്ങൾ വരൂ. അവരെ വിളിക്കുക. അവരെ വിളിച്ചുകൊണ്ടവരോട് പറയുക, തആലൗ, നിങ്ങൾ വരൂ. നദഉ അബ്നാഅനാ വ അബ്നാഅകും വ നിസാഅനാ വ നിസാഅകും വ അൻഫുസനാ വ അൻഫുസകും. നമുക്ക് നമ്മുടെ മക്കളെ വിളിക്കാം. ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ വിളിക്കാം. നിങ്ങൾ നിങ്ങളുടെ മക്കളെയും വിളിക്കൂ. ഞങ്ങൾ ഞങ്ങളുടെ സ്ത്രീകളെ വിളിക്കാം. നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെ വിളിക്കൂ. ഞങ്ങൾ ഉണ്ടാകാം, നിങ്ങളും ഉണ്ടാകണം. എന്ത് കൃത്യമാണെന്നറിയോ ആ വാക്ക്? അടുക്കും ചിട്ടയുമുള്ള ഒരു സംവാദത്തിന്റെ ഭൂമിയിലെ കൃത്യമായി വഴിതിരിയുന്ന, വളരെ വ്യക്തമായി ആശയങ്ങളും ആദർശങ്ങളും യാഥാർത്ഥ്യങ്ങളും ബോധ്യപ്പെടുത്തി കഴിയുമ്പോൾ ആ സമൂഹത്തിന്റെ മുമ്പിൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, തആലൗ, നിങ്ങൾ വാ. നദഉ അബ്നാഅനാ വ അബ്നാഅകും വ നിസാഅനാ വ നിസാഅകും വ അൻഫുസനാ വ അൻഫുസകും. ഞങ്ങൾ ഞങ്ങളുടെ സ്ത്രീകളെ, ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ, ഞങ്ങളും ഉണ്ടാകാം. നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളും ഉണ്ടാകാം. എന്നിട്ടോ ഈ രണ്ട് സംഘവും സാക്ഷിയായി നിൽക്കെ സുമ്മ നബ്തഹിൽ, നമുക്കൊന്ന് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കാം. നമുക്ക് സ്വയം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എന്താണ് പ്രാർത്ഥന എന്ന് ചോദിച്ചാൽ, ഫനജഅൽ ലഅനത്തല്ലാഹി അലൽ കാദിബീൻ, ഈ രണ്ടു കൂട്ടരിൽ ഏത് കൂട്ടരുടേതാണ്
കളവിന്റെ വർത്തമാനം എന്ന് ചോദിച്ചാൽ ഈ രണ്ടു കൂട്ടരിൽ ആരാണ് കളവ് പറയുന്നവരെന്ന് വെച്ചാൽ അവരുടെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എങ്ങനെ? അള്ളാഹുവെ, ഞങ്ങൾ പറയുന്നത് കളവാണെങ്കിൽ ഞങ്ങളുടെ മേൽ നിന്റെ ശാപം ഉണ്ടാകട്ടെ. മറ്റവരും പ്രാർത്ഥിക്കണം, അള്ളാഹുവെ, ഞങ്ങളാണ് കളവ് പറയുന്നതെങ്കിൽ ഞങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ. മുബാഹല അഥവാ ശാപ പ്രാർത്ഥനയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കുന്ന ഒരു ഘട്ടമാണ്. പ്രിയമുള്ളവരെ, പാതിരിമാർ പിന്മാറിക്കളഞ്ഞു. ആ പിന്മാറ്റത്തിന് പിന്നിൽ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവരെ നയിച്ചുകൊണ്ടിരുന്ന ലൻ തമസ്സനന്നാറു ഇല്ലാ അയ്യാമൻ മഅദൂദ, ഞങ്ങളെ ഒരിക്കലും നരകം സ്പർശിക്കുകയില്ല, സ്പർശിച്ചാൽ പോലും ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്നുള്ള അവരുടെ ദൗർബല്യമാണ്, അല്ലെങ്കിൽ അവരുടെ അമാനി, അവരുടെ വ്യാമോഹമായിരുന്നു. ഞാൻ സൂചിപ്പിച്ചു വന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ 1400 വർഷങ്ങൾക്കപ്പുറം അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി ഇതിനപ്പുറം ഒരു ചർച്ചയുണ്ടോ യഥാർത്ഥത്തിൽ? നമ്മൾ വിശുദ്ധ ഖുർആന്റെ സംവാദങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പ്രവാചകന്മാരുമായിട്ടുള്ള സംവാദങ്ങൾ, ഈ പാതിരിമാർക്ക് മുമ്പിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ സംഭാഷണം, നമ്രൂദും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും തമ്മിലുള്ള സംവാദം. അതിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വർത്തമാനം പറയുന്നുണ്ടല്ലോ, നീയാണ് റബ്ബെങ്കില് സൂര്യനെ പടിഞ്ഞാറ് നിന്ന് കൊണ്ടുപോവാ, എന്റെ റബ്ബ് കിഴക്കുന്ന് കൊണ്ടുവരുന്നവനാണ്. ഫബുഹിത്തൽ കഫർ, അവിടെ ഉത്തരം മുട്ടി. അപ്പൊ സംവാദത്തിന്റെ ഏറ്റവും മാന്യമായ, ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള പോയിന്റിൽ നിന്നുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയത് ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. മുസ്ലിം സമുദായം ഈ കഴിഞ്ഞ ദിവസങ്ങൾ കുറെ സഹോദരങ്ങൾ ഫോൺ ചെയ്തു, മെസ്സേജ് അയച്ചു, കേക്ക് തിന്നാൻ പറ്റുമോ, നക്ഷത്രം തൂക്കാൻ പറ്റുമോ, പുൽക്കൂട് ഉണ്ടാക്കാൻ പറ്റുമോ, ഇപ്പോഴും ചർച്ചയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും സൗഹൃദ വേദികളിലേക്ക് വിളിച്ചാൽ പോകാൻ പറ്റുമോ? സൗഹൃദ വേദികളിൽ പോകാന്നുള്ളതാണല്ലോ ഇത്. കേക്ക് തിന്നാൻ പറ്റുമോ, പുൽക്കൂട് ഉണ്ടാക്കാൻ പറ്റുമോ, നക്ഷത്രം തൂക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ പുൽക്കൂട് ഉണ്ടാക്കാൻ പറ്റൂല, നക്ഷത്രം തൂക്കാനും പറ്റൂല. ആ ചുവന്ന കുപ്പായം ധരിച്ചിട്ട് നമ്മുടെ മക്കളൊക്കെ വിദ്യാലയങ്ങളിലും പല സ്ഥാപനങ്ങളിലും പോയിട്ടുണ്ട്. ആ ചുവന്ന കുപ്പായം ധരിക്കാൻ പറ്റൂല. അള്ളാഹുവിന് മകൻ ജനിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം അതിന്റെ പേരിൽ ആഘോഷിക്കുന്ന സന്തോഷങ്ങളിൽ അതേ ആഘോഷങ്ങളുടെ മൂടുപടങ്ങൾ അണിഞ്ഞുകൊണ്ട് നിൽക്കുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല. കേക്ക് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സൗഹൃദത്തിന്റെ പേരിൽ തരുന്ന കേക്ക് നിങ്ങൾക്ക് കഴിക്കാം. അതേതെങ്കിലും ഒരു ദൈവത്തിന്റെ പേരിൽ നേർച്ചയാക്കിയതാണെങ്കിൽ, അതുകൊണ്ടാണല്ലോ അരവണ പായസം കഴിക്കരുതെന്ന് പറയുന്നത്. അത് നേർച്ചയാക്കിയ ഭക്ഷണമാണ്. അള്ളാഹു അല്ലാത്ത ഒരു ദൈവത്തിന്റെ പേരിൽ നേർച്ചയാക്കിയതാണ്. കേക്ക് നേർച്ചയാക്കിയ ഭക്ഷണമല്ല, അതൊരു സൗഹൃദത്തിന്റെ പേരിൽ കിട്ടുന്നതാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ മുമ്പിലെ ഏറ്റവും വലിയ ഗുരുതരമായ എന്തോ പ്രശ്നം ഇതാണ് എന്ന മട്ടിൽ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ചു പോകാറുണ്ട്. പക്ഷെ നമ്മൾ അടിവരായിട്ട് മനസ്സിലാക്കേണ്ടത് തൗഹീദിനെ ഉയർത്തിപ്പിടിച്ച ഒരു പ്രവാചകനാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മദിനം അത് ഡിസംബർ 25 അല്ല എന്നുള്ളത് വേറെ വസ്തുത. അതിന്റെ വേറെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എങ്ങനെ ഡിസംബർ 25 വന്നു എന്നുള്ളതൊക്കെ വേറെ വലിയൊരു ചർച്ചയും പഠനവും നിരീക്ഷണവുമാണ്. പക്ഷെ ഞാൻ പറയുന്നത്, അള്ളാഹുവിന് ഒരു മകൻ ജനിച്ചു എന്ന് സന്തോഷിക്കേണ്ടവരല്ല നമ്മൾ. അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആശയങ്ങളെ ഏറ്റെടുക്കാനുള്ളവരാണ്. ആ ഏറ്റെടുക്കലിന്റെ വിശുദ്ധ ഖുർആൻ സൂറ ആലി ഇമ്രാനിൽ സൂറത്തു സഫിൽ വളരെ കൃത്യമായി വരച്ചു വെക്കുന്ന ഒരു വർത്തമാനമുണ്ട്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചോദ്യം, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ അൻസാറുല്ലാഹ്, നിങ്ങൾ അൻസാറുള്ളയാകണം, അള്ളാഹുവിനെ സഹായിക്കുന്നവരാകണം. അദ്ദേഹം ചോദിച്ചു, മൻ അൻസാരി ഇലല്ലാഹ് കമാ ഖാല ഈസാ ഇബ്നു മറിയമ ലിൽ ഹവാരിയീന മൻ അൻസാരി ഇലല്ലാഹ്, ആരാണ് അള്ളാഹുവിനെ സഹായിക്കാനുള്ളവർ? അവര് മറുപടി പറഞ്ഞു, ഹവാരിയീങ്ങൾ എന്ന് പറയുന്ന ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികളായിരുന്ന, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബികൾ എന്ന് പറയാവുന്ന ആളുകൾ മറുപടി പറഞ്ഞു, നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാണ്. അങ്ങനെയാണ് പ്രിയമുള്ളവരെ ഈ ക്രൈസ്തവ സമൂഹത്തിന് നസ്രാനി എന്ന പേര് വന്നത്. നസ്രാനികൾ, ആ പദപ്രയോഗം അറബിയാണ്. ആ വിശേഷണം അവർ വിളിച്ചത് വിശുദ്ധ ഖുർആനാണ്. നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിനെ സഹായിക്കാൻ സന്നദ്ധരാണ് എന്നവർ പറഞ്ഞതിന്റെ പേരില്ല. പക്ഷെ വിശുദ്ധ ഖുർആൻ പറയുന്നു, എന്നിട്ട് അവരിൽ നിന്ന് ഫആമന ത്വായിഫ
വഖഫറ ത്വായിഫ, അവരിൽ ഒരു വിഭാഗം വേറെ വഴിക്ക് പോയി, ഒരു വിഭാഗം ഉറച്ചു നിന്നിട്ടുണ്ട്, വേറൊരു വിഭാഗം മറ്റൊരു വഴിക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്ന ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ആര് എന്ന് ചോദിച്ചാൽ തൗഹീദിന്റെ പ്രചാരകനായ പച്ചയായ മനുഷ്യനായ പ്രവാചകനാണ്. ആ പ്രവാചകന്റെ ജീവിതത്തിൽ ഉടനീളം അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത് ബീദിനില്ല, എന്റെ റബ്ബിന്റെ അനുമതിയോട് കൂടിയിട്ടാണ് ഞാൻ ഈ അത്ഭുതങ്ങൾ നിങ്ങളെ കാണിച്ചത്. അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിവുള്ളവൻ അള്ളാഹുവാണ്. അപ്പോൾ ആ അള്ളാഹുവിന്റെ മകനാണ് എന്ന് ചേർത്ത് വെക്കുന്നുണ്ടെങ്കിൽ ഇനിയുണ്ടോ വിശുദ്ധ ഖുർആൻ പറയുന്നത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിചാരണയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുമ്പോൾ അള്ളാഹ് ചോദിക്കുന്നതാണ്, ഈസാ നീ പറഞ്ഞോ, നിന്നെ ആരാധിക്കാൻ ഇവരോട് നീ പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കും. അപ്പൊ അന്ന് ഈസാ നബി കൊടുക്കുന്ന മറുപടിയും വിശുദ്ധ ഖുർആൻ പറയുന്നത്, പടച്ചവനെ നിനക്കറിയാമോ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്താണ് പറഞ്ഞത് എന്ന് നിനക്കറിയാം, നീ എന്നോട് കൽപ്പിച്ചതല്ലാതെ മറ്റൊന്നും ഞാൻ ഇവരോട് പറഞ്ഞിട്ടില്ല. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം കൈമലർത്തും. ഇതാണ് അതിന്റെ വസ്തുത. ഞാൻ പറഞ്ഞത് ഒരു വലിയ ആഘോഷത്തിന്റെ പൊലിമയിലൂടെ കടന്നു പോകുമ്പോ പ്രിയമുള്ളവരെ, നമ്മളുമായിട്ടുള്ള ഈ ആത്മബന്ധമുണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പഠിപ്പിച്ച, അള്ളാഹുവിന്റെ ഏകത്വത്തെ ഉയർത്തിപ്പിടിക്കാൻ വന്ന പ്രവാചകന്മാർ, ആ പ്രവാചകനാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് കേക്ക് വാങ്ങി തിന്നുമ്പോ എന്ന് പറഞ്ഞു കൊടുത്തു പോകും. വിശുദ്ധ ഖുർആനിൽ ആകെ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു പെണ്ണിന്റെ പേരാ പറഞ്ഞോളൂ, അത് മറിയമാണ്. അത് നിങ്ങൾ വിശ്വസിക്കുന്ന കന്യാമറിയമാണ്, നിങ്ങൾ വിശ്വസിക്കുന്ന മേരിയാണ്. അതാണ് മറിയം എന്ന് പറയുന്ന ആ മറിയമിനെ കുറിച്ച് ലോക ജനതയുടെ, ലോക സ്ത്രീകളുടെ മാതൃകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്നു. ഇതല്ലേ ഒരു വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നമ്മുടെ സഹോദര സമുദായ അംഗങ്ങളോട് നമ്മളൊന്ന് സംസാരിച്ചപ്പോൾ അവർക്ക് അത്ഭുതമാണ്. കാരണം അവർക്കറിയില്ല വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്തതെന്ന്. ഒരു മുസ്ലിമിന്റെ മനസ്സിലുള്ള ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചിത്രം എന്താണെന്ന് അവർക്കറിയില്ല. അപ്പൊ ആഘോഷങ്ങൾ അവസരങ്ങളാക്കി മാറ്റണം. എന്തിനുള്ള അവസരങ്ങൾ എന്ന് ചോദിച്ചാൽ, സംവാദത്തിന്റെയും പ്രബോധനത്തിന്റെയും വാതിലുകൾ നമുക്ക് മുമ്പിൽ തുറന്നു തരുന്ന അവസരങ്ങളാണ്. നമ്മുടെ ആദർശത്തെ, നമ്മുടെ ആശയത്തെ, പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളെ സമൂഹത്തിലേക്ക് എത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ പ്രബോധിതരായി മനുഷ്യരെ വിലയിരുത്താനും പ്രബോധകരായി മാറാൻ നമുക്കും പടച്ച റബ്ബ് തുണക്കുമാറാകട്ടെ. അർഹമുർ റഹീമീനായ നാഥൻ വീഴ്ചകൾ പുറത്ത് അവന്റെ ഇഷ്ടദാസന്മാരുടെ, ഇഷ്ടദാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ചേർക്കുമാറാകട്ടെ.